ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആർക്കും തുറക്കാൻ കഴിയാത്ത അവസരങ്ങളുടെ വാതിലുകൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. ഇന്ന് നിനക്കെല്ലാം അനുകൂലമായി ഭവിക്കുന്നതാണ്. ഇന്നത്തെ ദിവസത്തെ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എങ്ങോട്ട് പോകണം, ആരോട് ചോദിക്കണം എന്നറിയാതെ നീ ദുഃഖിക്കുന്നു എങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മുന്നോട്ട് നയിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുക. അവിടുന്ന് നിന്റെ നെടുവീർപ്പുകളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടുന്ന് നിന്റെ പ്രഭാതത്തിലുള്ള നിലവിളിയെ കേൾക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നടക്കുന്നതിനും ഇന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരും നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിനും കർത്താവിൻ്റെ പ്രീതി ഇന്ന് നിനക്ക് അനുകൂലമാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം. പുതിയ അവസരങ്ങൾ ഇന്ന് നിന്നെ തേടിയെത്തും. പുതിയ ആളുകൾ നിന്നിലൂടെ ദൈവകൃപ കാണാൻ ഇന്ന് കർത്താവ് ഇടവരുത്തും. പുതിയ അനുഗ്രഹങ്ങളാൽ ഇന്ന് നീ വലയം ചെയ്യപ്പെടും. ഇന്നത്തെ ദിവസം നിന്റെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ എല്ലാം കർത്താവിൽ സമർപ്പിച്ച്, കർത്താവെ, എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും, ശത്രുവിൻ്റെ എല്ലാ കെണിയിൽ നിന്നും, ദുഷ്ടപദ്ധതിയിൽ നിന്നും ഇന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ വസ്തുവകകളെയും നീ എനിക്ക് ദാനമായി നൽകിയ സകലതിനെയും നീ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും നമ്മെ അനുഗ്രഹിക്കുവാനും ആയിരിക്കുന്ന കർത്താവിന് ഇന്ന് നാം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, ആത്മാവ്, ഹൃദയം, നിങ്ങളുടെ വേദനകൾ, ദുഃഖം എല്ലാം കർത്താവിന് നിങ്ങൾ കൊടുക്കുമോ? കർത്താവ് ഇന്നതെല്ലാം സ്വീകരിക്കുന്നു. നീ എന്തൊക്കെ സമർപ്പിച്ചാലും അതെല്ലാം കർത്താവ് നിനക്ക് വേണ്ടി സ്വീകരിക്കുന്നു. അത് നിനക്ക് അനുഗ്രഹമായി മാറ്റാൻ അത് കർത്താവ് ഉപയോഗിക്കും. അതിനാൽ നിന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുക. ഇന്ന് എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കുന്നതിനു വേണ്ടി, കർത്താവിൻ്റെ സംരക്ഷണത്തിനും അവിടുത്തെ നടത്തിപ്പിനും വിജ്ഞാനത്തിനും അവിടുത്തെ ഉപദേശത്തിനും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 5:1-8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, പ്രഭാതത്തിൽ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല. അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. എന്നാൽ അവിടുത്തെ കാരുണ്യാതിരേകത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും. കർത്താവെ, എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലേക്ക് നയിക്കണമേ. എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹസമ്പന്നനും കരുണാമയനുമായ ദൈവമേ, ഈ പുതിയ പ്രഭാതം നൽകി വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ വിളിച്ച അങ്ങയ്ക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എല്ലാ വിപത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് ഈ ദിവസത്തെ കാണാൻ, സ്വീകരിക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം
നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകണമേ. നിന്റെ അനുഗ്രഹം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിന്റെ അനുഗ്രഹം ഇന്ന് ധാരാളമായി നൽകണമേ. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം സകല ശത്രുക്കളിൽ നിന്നും അവരുടെ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി രക്ഷിക്കണമേ. ആരും ഞങ്ങളെ വഞ്ചിക്കുവാനോ ചതിക്കുവാനോ നീ ഇടവരുത്തല്ലേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നെടുവീർപ്പുകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിലവിളിയുടെ സ്വരം ശ്രവിക്കുന്ന നാഥ, ഇന്നത്തെ ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാ ജോലികളും ചെയ്തു തീർക്കാനും ഞങ്ങളിൽ നിന്ന് നീ ആഗ്രഹിക്കുന്ന, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെ, ചില കഴിവുകളെ എല്ലാം കർത്താവെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളിൽ നീ നിക്ഷേപിച്ചിരിക്കുന്ന ആ പ്രത്യേക അനുഗ്രഹത്തെ ഉപയോഗിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിച്ചാൽ ഞങ്ങൾ ശക്തി പ്രാപിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ക്രമമായി, ഭംഗിയായി, മനോഹരമായി ചെയ്തു തീർക്കുവാൻ നിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ സഹായിക്കാനായി സഹായകനായ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ പ്രസാദവരമുണ്ടാകണമേ. ഞങ്ങളോട് എല്ലാവരും അനുകൂലമായി പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാൻ, ഇടപെടാൻ ഇന്ന് നിന്റെ കൃപ ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയോടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കണമേ. കർത്താവേ, സകല ദുഷ്ടരിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരത്തിൻ്റെ വിത്തുകളെ വേരോടെ പിഴുതെറിഞ്ഞ് ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. നിന്റെ അനുഗ്രഹം, നിന്റെ സൗമ്യതയും ശാന്തതയും എളിമയും ഇന്ന് ഞങ്ങളിൽ നീ വർഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മുൻപിൽ നിന്ന് എല്ലാ അഹങ്കാരികളെയും നീ മാറ്റിക്കളയണമേ. ഞങ്ങളോട് ധിക്കാരപൂർവം സംസാരിക്കുന്ന അഹങ്കാരികളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരിലൂടെയും സൗമ്യതയോടെ, ശാന്തതയോടെ നീ പ്രവർത്തിക്കണമേ. കർത്താവേ, അങ്ങ് വ്യാജം പറയുന്നവരെ, അധർമ്മികളെ നീ വെറുക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരു നുണ പോലും പറയാൻ നീ അനുവദിക്കരുതേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നൽകണമേ. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് അരുളി ചെയ്ത ഈശോനാഥ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, യേശുവിൻ്റെ പക്കലേക്ക് ഇന്ന് ഞങ്ങളെ നയിക്കണമേ. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത ഈശോനാഥ, നീയാണ് പരമസത്യം. നിന്നിൽ വിശ്വസിക്കുവാനും നിന്റെ വചനങ്ങൾ അനുസരിക്കുന്നതിനും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്നതിനും നിനക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നതിനും നിനക്കിഷ്ടമുള്ളത് മാത്രം സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ. വ്യാജം പറയുന്നവരിൽ നിന്ന്, നുണ പറയുന്നവരിൽ നിന്ന് എല്ലാം ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, നിന്റെ കാരുണ്യാതിരേകത്താൽ ഇന്ന് ഞങ്ങളിലേക്ക് നിന്റെ അനുഗ്രഹം വർഷിക്കണമേ. ഇന്നത്തെ ദിവസം സകല ശത്രുക്കളിൽ നിന്നും, തിന്മയുടെ മാർഗത്തിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രലോഭനങ്ങളിൽ നിന്നും, ലൗകികമായ വ്യഗ്രതകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹം ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകട്ടെ. കർത്താവേ, ആർക്കും തുറക്കാൻ കഴിയാത്ത അവസരങ്ങളുടെ വാതിലുകളെ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി നീ തുറക്കണമേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ജോലിയുടെ അവസരങ്ങൾ, സമ്പത്തിൻ്റെ അവസരങ്ങൾ, വരുമാനത്തിൻ്റെ അവസരങ്ങൾ ഇന്ന് നീ തുറന്നു കൊടുക്കണമേ. കർത്താവേ, ഇവരുടെ മുൻപിൽ അടയപ്പെട്ട വാതിലുകളെ
നിനക്ക് മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ ഇവർക്ക് നേരെ തുറക്കണമേ. കർത്താവായ ദൈവമേ, ഇവരെ കാണുന്നവരെല്ലാം ഇന്നിവർക്ക് അനുകൂലമായി സംസാരിക്കുന്നതിനും ഇടപെടുന്നതിനും സഹായിക്കുന്നതിനും ഇന്ന് നീ ഇടപെടണമേ. നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് ഈ മക്കളോട് കൂടെ ഉണ്ടാകണമേ. കർത്താവേ, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബിടെക് പരീക്ഷ എഴുതുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ സ്റ്റുഡൻസിനു വേണ്ടിയും ഞാൻ പ്രത്യേകം നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, 10ാം ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. +1, +2, ഡിഗ്രി, PG, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിടെക്കിൻ്റെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഇന്ന് അനുകൂലമായ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനും അവർ പഠിച്ചതെല്ലാം ഓർക്കുന്നതിനും നല്ലതുപോലെ എഴുതാനും പരിശുദ്ധാത്മാവായ ദൈവമേ അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്കും നീ സഹായം നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കാൻ ഞങ്ങളെ തന്നെ ഹൃദയവിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ കാണപ്പെടുന്നതിന് നീ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കടബാധ്യതകൾ കാരണം എങ്ങോട്ടും തിരിയാൻ കഴിയാതെ ഭയന്ന്, കടക്കാരുടെ ഭീഷണിയെ ഭയന്ന് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കൾക്ക് വരുമാനത്തിൻ്റെ പുതിയ മേഖലകൾ തുറന്നുകൊടുത്ത് അവരുടെ ഉള്ളിൽ നീ നേരത്തെ തന്നെ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ അത് സമ്പത്താക്കി മാറ്റാൻ, അത് നന്മയാക്കി മാറ്റാൻ, അത് ഫലദായകമാക്കാൻ ഇന്ന് ഈ മക്കൾക്ക് ഒരു പുതിയ വഴി നീ കാണിച്ചു കൊടുക്കണമേ. അവരെ സഹായിക്കാനായി നിന്റെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ സഹായകനെ ഇന്ന് ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും നീ അയക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകട്ടെ. ഇന്ന് ആർക്കും തുറക്കാൻ കഴിയാത്ത അവസരങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ വാതിലുകളെ ഇന്ന് കർത്താവ് നമുക്കായി തുറന്നു തരുന്നു. ഇന്നെല്ലാം നിനക്ക് അനുകൂലമായി ഭവിക്കും. എല്ലാവരും നിന്നോട് പ്രീതി കാണിക്കും. എല്ലാറ്റിലുപരി കർത്താവിൻ്റെ പ്രീതി നിനക്കിന്നുണ്ടാകും. കർത്താവായ ദൈവമേ, നിന്റെ പ്രീതിക്ക് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പാത്രരാക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിച്ച് തിരികെ സുരക്ഷിതമായി വരാൻ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ തീരുമാനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പോകേണ്ട വഴി നീ കാണിച്ചു കൊടുക്കണമേ. കർത്താവായ ദൈവമേ, ഈ പുതിയ ദിവസത്തെ പുതിയ അനുഗ്രഹങ്ങളാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. പുതിയ വരപ്രസാദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പുതിയ അഭിഷേകത്താൽ നീ ഞങ്ങളെ ഇന്ന് ശക്തിപ്പെടുത്തണമേ. ബലഹീനരായ ഞങ്ങൾക്ക് നിന്നിൽ കൃപ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കിയ കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ചോദിച്ച എല്ലാ ആവശ്യങ്ങളുടെ മേലും ഇന്ന് നീ ഇടപെടണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നീ പ്രവർത്തിക്കണമേ. ഇന്ന് രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പ്രഭാതത്തിൽ 7 മണിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ആ മകനെ നീ രക്ഷിക്കണമേ. ഇന്ന് ഓപ്പറേഷനുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് കരുണയോടെ നീ അവരെ കണ്ട് ഇന്ന് അവർക്ക് പരിപൂർണ സൗഖ്യം കൊടുക്കണമേ. ഓപ്പറേഷൻ്റെ സമയത്ത് ഒരു തെറ്റും ഡോക്ടേഴ്സിന് വരാതിരിക്കാൻ നീ ഡോക്ടറായി വരണമേ. നീയാണ് ഞങ്ങളുടെ ഡോക്ടർ, നീയാണ് ഞങ്ങളുടെ വൈദ്യൻ, നീയാണ് ഞങ്ങളുടെ മരുന്നും എല്ലാം. കർത്താവേ, നീയാണ് രോഗികളുടെ ആരോഗ്യം, രോഗികളുടെ സൗഖ്യം നീയാണ്. ദൈവമേ, ഞങ്ങളുടെ ഈ രോഗത്തെ നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി നീ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾക്ക് വേണ്ടി,
മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മേൽ നീ കരുണ തോന്നണമേ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിക്കും അവർക്കാവശ്യമായ രോഗസൗഖ്യം നൽകി, അവർക്കാവശ്യമായ നന്മകൾ നൽകി, അവർക്കാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകി, ശാരീരിക സൗഖ്യം നൽകി, ആരോഗ്യവും ആയുസ്സും നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ പിന്താങ്ങുന്ന ഓരോരുത്തരെയും ഏതൊക്കെ വിധത്തിൽ ഞങ്ങളെ ആരൊക്കെ പിന്തുണയ്ക്കുന്നോ അവരെവിടെയാണെങ്കിലും കർത്താവേ, ഇപ്പോൾ നിന്റെ കരം വെച്ച് അവരെ സുഖപ്പെടുത്തണമേ. അവരെ നീ ആശീർവദിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് വലിയ സൗഖ്യവും വിടുതലും രക്ഷയും സമാധാനവും നൽകി അവരുടെ ജീവിതത്തെ നീ സുഗമമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവമേ, നീ വലിയ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഈ മക്കളുടെ ആവശ്യങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നതിനു വേണ്ടി, ദൈവത്തിന് നന്ദി പറയുന്നതിനു വേണ്ടി, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ പ്രകീർത്തിക്കുന്നതിനു വേണ്ടി ഇന്ന് നീ ഇവരിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗശാന്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി, എല്ലാ കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് അനുകൂലമാകാൻ വേണ്ടി ഒരു നിമിഷം ഇതെല്ലാം ചെയ്തു തരുന്ന നാഥനെ നമുക്ക് സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെ, പിതാവായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ, ത്രിത്വൈക ദൈവത്തെ നമുക്കിപ്പോൾ ഒരു നിമിഷം ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ, നിങ്ങളുടെ ശക്തനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് സ്തുതിക്കാം, നന്ദി പറയാം. കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 hallelujah, 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 hallelujah. കർത്താവ് നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു. കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, നീ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സംരക്ഷണവും മധ്യസ്ഥവും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ നിന്നിലേക്ക് ചൊരിഞ്ഞ് നിന്നെ കാണുന്നവരെല്ലാം നിനക്കനുകൂലമായി പ്രവർത്തിക്കുന്നതിന് അവിടുന്ന് ഇടവരുത്തട്ടെ. ഇന്നെല്ലാ കാര്യങ്ങളിലും നിനക്ക് ഉയർച്ചയുണ്ടാകും, വിജയമുണ്ടാകും. കർത്താവ് ഇന്ന് നിന്നെ മഹത്വപ്പെടുത്താൻ പോകുന്നു. നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇന്ന് കർത്താവ് നിന്നെ സഹായിക്കും. പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും ധൈര്യവും അവിടുന്ന് നിനക്ക് നൽകി ഇന്ന് എല്ലാം ഭംഗിയായി നടക്കും. ഇന്നെല്ലാം കൊണ്ടും സന്തോഷകരമായ ഒരു ദിവസമാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.